കുഞ്ഞു അമ്മേനോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, സ്വപ്നത്തിനെ പറ്റിയിട്ട്? എന്തായിരുന്നു ചോദ്യം? നമ്മളെ കണ്ണിന് പിന്നെ ചോദിക്കേ. നമ്മളെ കണ്ണിന് ഉറങ്ങുമ്പോ പിന്നെ എങ്ങനെ സ്പഷ്ടം വരുന്നേ? അമ്മ ഈ ചോദ്യം ഇന്ന് കുറേ ആൾക്കാരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ ഉത്തരമുണ്ടേ. ഇപ്പം മോൻ ഇഷ്ടമുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ മോൻ ആലോചിക്കലില്ലേ? ഇപ്പോൾ ഐസ്ക്രീം തിന്നുന്നത്, പാർക്ക് പോകുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ, മോൻ അറിയുന്ന കാര്യങ്ങളെല്ലാം മോനിങ്ങനെ ചിന്തിക്കൂലേ? ആ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം മോൻ്റെ ഓർമ്മയിലുണ്ടാവും. അപ്പോൾ മോനിങ്ങനെ കണ്ണും പൂട്ടി റെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത് അതെല്ലാം ഇങ്ങനെ മോൻ്റെ മനസ്സിലേക്ക് വരുന്നതാണ് കേട്ടോ. ഒരു സിനിമ പോലെ ഇങ്ങനെ കാര്യങ്ങൾ, തനി ടൂറ് പോകുന്നതും തനി ഐസ്ക്രീം കഴിക്കുന്നതും ഒക്കെ. ടൂറ് ഓ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മൈൻഡിലേക്ക് വരും. ഓക്കെ, അതാണ് സ്വപ്നം. പിന്നെ മോൻ്റെ ശരീരത്തിൽ തന്നെയാണല്ലോ മോൻ്റെ കണ്ണും ഇതൊക്കെ ഉള്ളത്. അപ്പോൾ മോനത് കണ്ണിൽ കാണുന്ന പോലെ തോന്നുന്നതാണ് കേട്ടോ. മോന് ഫീൽ ചെയ്യുന്നതാണത്. മനസ്സിലായോ? ശരിക്കും മനസ്സിലായോ? മനസ്സിലായി. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? നോ? ഓക്കെ ആണോ? ആയിക്കോട്ടോ. വേറെ ഡൗട്ടൊന്നുമില്ലല്ലോ? എന്ത്? നമ്മൾ മിണ്ടുമ്പോഴെങ്ങനെയാ സൗണ്ട് വരുന്നതെന്നല്ലേ? അതായത് ശബ്ദമാണ് ശബ്ദമായിട്ട് വരുന്നത്. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ നാവിങ്ങനെ പല്ലിലും ചുണ്ടിലും വായുടെ അടിയിൽ ഒരു സാധനമുണ്ട്, അതിലൊക്കെ ഇങ്ങനെ തട്ടും. അത് തട്ടുന്ന സമയത്ത് നമ്മുടെ കഴുത്തിൽ ഇവിടെ ഇങ്ങനെ തൊട്ട് നോക്കിയാൽ കഴുത്തിന് ഇവിടെ കണ്ടോ, ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെ ഇങ്ങനെ അനങ്ങുന്നുണ്ടോ? ഓക്കെ, സംസാരിച്ചു നോക്കി. ഇല്ലേ, ഇവിടെ ഇങ്ങനെ അനങ്ങുന്നില്ലേ കഴുത്തിൽ? ഇല്ലേ? അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അനങ്ങും. അങ്ങനെയൊക്കെയാണ് ശബ്ദം വരുന്നത്. ഇപ്പം എത്ര മനസ്സിലാക്കിയ പോരെ? ഓക്കെ അല്ലേ? ഉറങ്ങിക്കൂടെ? അതിൽ ലാരിങ്സ്, പല്ലേറ്റ്, പിന്നെ ടങ്, ഓവ്യൂല, അങ്ങനത്തെയൊക്കെയോ സാധനങ്ങളുണ്ട്. അതൊന്നും മോനെ പറഞ്ഞാൽ മനസ്സിലാവാനായില്ല. പിന്നെ നേസൽ സൗണ്ട്സ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന പ്രായമാകുമ്പോൾ അമ്മ പറഞ്ഞുതരാം. ഉറങ്ങിക്കോട്ടോ. എന്നാ ശരി. ആകാശത്തിൽ എങ്ങനെയാ രാത്രിയാവുക രാവിലെയാവുക? എൻ്റെ പൊന്നെ, ആകാശത്തിൽ എങ്ങനെയാ രാത്രിയാവുക രാവിലെയാവുക? ശരിക്കും ഈ ആകാശം എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല, അന്തരീക്ഷമാണ്. ശരിയാണല്ലോ. ഓക്കെ, ആകാശം മുകളിൽ കാണുന്നത്. ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. ഈ സൂര്യൻ എന്ന് പറയുന്നത് ഒരു നക്ഷത്രമാണ്. പക്ഷെ സൂര്യൻ നമ്മൾ നിൽക്കുന്നതിന് അടുത്തുള്ളതുകൊണ്ടാണ് സൂര്യൻ വലിയതായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഈ സൂര്യൻ നമ്മളുള്ള സ്ഥലത്തിന് ഭൂമി എന്ന് പറയും. എന്ത് പറയും? ഭൂമി. അപ്പോൾ ഭൂമി കറങ്ങുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കറങ്ങുമ്പോഴാണ് നമുക്ക് രാവിലെയും രാത്രിയാവുന്നത്. അതായത് സൂര്യൻ്റെ നിഴൽ ഭൂമിയിലേക്ക് പതിക്കുന്ന സമയത്ത് പകലും
അതില്ലാത്ത സമയത്ത് രാത്രി. സൂര്യൻ്റെ ലൈറ്റ് കിട്ടുന്ന സമയത്ത് പകലും, സൂര്യൻ്റെ ലൈറ്റ് കിട്ടാത്ത സമയത്ത് രാത്രിയാവുകയാണ്. ഓക്കെ? അത്രയേ ഉള്ളൂ. നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് എത്തൂലേ, സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ ലൈറ്റ് ഓഫ് ആവൂലേ? അതുപോലെ സൂര്യനുള്ള സമയത്ത് പകൽ രാവിലെയാവും, സൂര്യനില്ലാത്ത സമയത്ത് രാത്രിയാവും. ഓക്കെ, ശരി. നമുക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല കേട്ടോ. അപ്പൊ എനിക്ക് വേഗവേ അറിയില്ല. വേഗവേ ആരാന്ന് കണ്ടുപിടിക്കും. വേഗവേ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എനിക്ക് അറിയത്തില്ല. കാർട്ടൂണാണോ? എനിക്കറിയില്ല മോനെ. എനിക്ക് മായാവിനെ എങ്ങനെ കുപ്പിയിലാക്കണ്ടേന്ന് പറഞ്ഞുതരാം. അതൊന്നും പറയണ്ട. ശരിയാ, എനിക്കത് ഇഷ്ടമില്ല. ആര്, മായാവിനെയോ? എന്നാൽ വേറെ സംശയം ചോദിക്കേ. എനിക്ക് ഇതിന് ഉത്തരം പറയണം. വേഗം പറ, ഉത്തരം പറയണം. ചോദിക്കൂ. എന്നാ നമ്മ ബാബിന്റെ കേക്ക് എങ്ങനെയാ വാങ്ങുക? ചോദ്യം ചോദിക്കടോ. എന്നൊക്കെ അതൊന്നും എനിക്കറിയാത്ത സാധനങ്ങളാ. അതാ